പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി പരോക്ഷമായ സഖ്യമുണ്ടാക്കാതെ പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കാൻ CPIM കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഭൂരിപക്ഷം പേരും കോൺഗ്രസുമായി പരസ്യ സഖ്യമുണ്ടാക്കുന്നതിനെ എതിർത്തു. എന്നാൽ കേരളത്തിൽ നിന്ന് VS അച്യുതാനന്ദനും തോമസ് ഐസക്കും ബംഗാൾ ഘടകത്തെ പിന്തുണച്ചു. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന ബംഗാൾ ഘടകത്തിന്റെ നിലപാടിന് കേന്ദ്ര കമ്മിറ്റിയിൽ കയ്യടിയേക്കാൾ വിമർശനമാണ്. കേരള ഘടകത്തിന്റെ ശക്തമായ എതിർപ്പിനൊപ്പം ആന്ധ്ര, അസം, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കോൺഗ്രസ് കൂട്ടിന് ചുവപ്പ് കൊടി കാട്ടി. ആദ്യ ദിനം കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിച്ച 54ഓളം പേരിൽ ബംഗാളിൽ നിന്നുള്ളവർക്ക് പുറമെ സഖ്യത്തിന് അനുകൂലമായി നിലപാടെടുത്തത് VS അച്യുതാനന്ദനും തോമസ് ഐസക്കുമാണ്. ബംഗാളിലെ സവിശേഷ സാഹചര്യം ഉൾക്കൊള്ളുന്നുവെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. PBക്ക് സമാനമായി കേന്ദ്ര കമ്മിറ്റിയിലും ഭിന്നത വ്യക്തമായതോടെ കോൺഗ്രസുമായി പ്രത്യക്ഷ സഖ്യമെന്ന ബംഗാൾ യെച്ചൂരി വിഭാഗത്തിന്റെ ആലോചന നടക്കാനുള്ള സാധ്യത മങ്ങി. വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാതെ കോൺഗ്രസുമായി നീക്കുപോക്കിന് സംസ്ഥാന ഘടകത്തിന് തീരുമാനമെടുക്കാൻ അനുമതി നൽകി തർക്കം പരിഹരിക്കാനാണ് യെച്ചൂരിയുടെ ശ്രമം. കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക, താഴെത്തട്ടിൽ ധാരണയുണ്ടാക്കുക, ഇതാകും നിർദ്ദേശം. അങ്ങനെയെങ്കിൽ പാർട്ടി കോൺഗ്രസ് ലൈനിന് വിരുദ്ധമായി കോൺഗ്രസുമായി പരസ്യമായി കൈകോർത്തിട്ടില്ലെന്ന ന്യായമുയർത്തുകയും ചെയ്യാം. റിപ്പോർട്ടർ, ദില്ലി.